പുത്രകാമേഷ്ടി യാഗത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചും എങ്ങനെയാണ് ഒരു യാഗം സത്പ്രജയെ ഉണ്ടാക്കുന്നത്, ഭൗതികമായ ആചരണങ്ങൾക്കപ്പുറത്ത് യാഗം എന്ത് ആത്മീയ സംസ്കാരമാണ് ഒരു തലമുറയിലേക്ക് പ്രദാനം ചെയ്യുന്നത്, യാഗത്തിൻ്റെ അഥവാ യജ്ഞത്തിൻ്റെ വിപുലമായ ആശയ സാധ്യതകളിലേക്കാണ് ഈ ചർച്ച നാം ഇന്ന് ആരംഭിക്കുന്നത്. സ്വാമിജി, പുത്രകാമേഷ്ടി നമുക്ക് പലപ്പോഴും ഇന്നത്തെ സമൂഹത്തിന് പോലും ആശയപരമായി നമുക്ക് ആശങ്കകളുള്ള ഒരു ചോദ്യമാണ്. യാഗം നടത്തി പുത്രന്മാരുണ്ടാവുക, ഒരുപക്ഷെ അതിൻ്റെ ഒരു വിശാലമായ അർത്ഥതലം, അതിൻ്റെ ഒരു യഥാർത്ഥ സാധ്യത എന്താണ്, യഥാർത്ഥ തലം എന്താണെന്ന് മനസ്സിലാക്കാതെ യാഗമെന്ന ആചാരത്തിൽ മാത്രം മനസ്സുടക്കുന്നത് കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള സംശയം വരുന്നത്. എങ്ങനെയാണ് ദശരഥൻ പുത്രകാമേഷ്ടി നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതും അതിൽ നിന്നും പുത്രന്മാരുണ്ടാകുന്ന ഒരു സന്ദർഭത്തിലേക്ക് വരുന്നതും? അതിലെ രാമായണ സന്ദർഭത്തെ ബന്ധപ്പെടുത്തി നമുക്കൊന്ന് ആലോചിക്കാം. രാമായണത്തിൽ നമ്മൾ പോകുമ്പോൾ പുത്രന്മാരൊന്നും ഉണ്ടാകാത്ത ദശരഥ മഹാരാജാവിന് ഗുരുക്കന്മാരുടെ ഉപദേശം മൂലം വസിഷ്ഠനും മറ്റും ഉപദേശിച്ചിട്ട് ആണ് അങ്ങനെ ഒരു യാഗത്തെപ്പറ്റിയുള്ള ഒരു ആലോചന തന്നെ ഉണ്ടായത്. നമ്മുടെ ഭാരതത്തിലൊരു സങ്കല്പമുണ്ട്, സത്പുത്രന്മാർ ജനിക്കണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയിലൂടെ യാഗത്തിലൂടെ ജനിക്കണം എന്നുള്ളതാണ് സങ്കല്പം. സ്വാമി വിവേകാനന്ദന് ഒരിടത്ത് പറയുന്നുണ്ട്, പ്രാർത്ഥനയിലൂടെ ജനിക്കുന്നവനെയാണ് ആര്യൻ എന്ന് വിളിക്കുന്നത്, ശ്രേഷ്ഠൻ. പ്രാർത്ഥനയിലൂടെ അല്ലാണ്ട് ജനിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഭാരതീയ സങ്കല്പം. പ്രത്യേകിച്ച് ശ്രീരാമചന്ദ്ര ഭഗവാനെ പോലെയുള്ള ത്യാഗമൂർത്തികളെ ഒരു ഗർഭത്തിലേക്ക് ആവാഹിക്കണമെങ്കിൽ ഒരു യജ്ഞം കൊണ്ടേ സാധിക്കുള്ളൂ, വലിയൊരു വ്രതം കൊണ്ടേ സാധിക്കുള്ളൂ. അത് നമുക്ക് കാണിച്ചു തരികയാണ്. അല്ലാതെ ഇപ്പോൾ സാധാരണ ഇന്നത്തെ കാലഘട്ടത്തിൽ വിവാഹങ്ങൾ നടക്കാറുണ്ട്, പുത്രന്മാരുണ്ടാകാറുണ്ട്. അത് മൃഗതുല്യമായ രീതിയിൽ പുത്രോത്പാദനം നടത്തിപ്പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് സത്പുത്രലാഭം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല അതിൽ. പിന്നെ മാത്രമല്ല, നമ്മുടെ ഭാരതത്തിൽ ഈ ഗർഭാധാനം എന്ന് പറയുന്നത് ഒരു യജ്ഞസങ്കല്പമാണ്, വിവാഹ യജ്ഞസങ്കല്പമാണ്. അതേ ഗർഭാധാനം മുതൽ അന്ത്യേഷ്ടി വരെയുള്ളതെല്ലാം യജ്ഞസങ്കല്പത്തിലാണ് ഭാരതത്തിൽ ആ ഭാവന ചെയ്തിട്ടുള്ളത്. ഇന്നിപ്പോൾ നമ്മുടെ ലോകം ഒട്ടാകെ നോക്കിയാൽ ഇപ്പോൾ ജർമ്മനിയിലൊക്കെ ഗർഭിണികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക നഴ്സറി ഉണ്ടെന്നാണ്. എന്നാൽ അവരുടെ മനോഭാവം സന്തോഷപ്രദമായിരിക്കണം, ദുഃഖം ഉണ്ടാകാൻ പാടില്ല, ഭയപ്പെടാൻ പാടില്ല, ഇങ്ങനെയൊക്കെ പറയും. കഴിക്കുന്ന ആഹാരം, ഏതുതരം ആഹാരം കഴിക്കണം, എങ്ങനെയായിരിക്കണം അവരുടെ മനോഭാവം. അതേസമയം നമ്മൾ മോശമായ ചിത്രങ്ങൾ കണ്ടിട്ട്, ഭീകരമായ ചിത്രങ്ങൾ കണ്ടിട്ട്, ഭയന്നിട്ട് അല്ലെങ്കിൽ വിഷമിച്ചിട്ട് അങ്ങനെ ആണ് ഗർഭാധാനം എന്ന ചടങ്ങിൽ പ്രവേശിക്കുകയും പിന്നീട് തുടർന്ന് ഗർഭത്തിൽ വളരുന്ന ശിശു ഇതെല്ലാം ഗ്രഹിക്കുന്നുണ്ടെന്നാണ്. അന്തോണി ഡിഗാസ്പർ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ പറയുന്നുണ്ട്, ഗർഭത്തിൽ കിടക്കുന്ന ശിശു ഇതെല്ലാം ഗ്രഹിക്കുന്നുണ്ട്. അവൻ്റെ ചെവിയാണ് ആദ്യത്തെ ഇന്ദ്രിയം, അവിടെ കിടക്കുമ്പോൾ ഉണ്ടാകുന്നത് ചെവിയാണെന്നാണ്. അപ്പോൾ അമ്മയിലൂടെ കേൾക്കുന്നതും അമ്മ കാണുന്നതും അമ്മ കേൾക്കുന്നതും അമ്മ മണക്കുന്നതും അമ്മ രുചിക്കുന്നതും എല്ലാം ഉള്ളിലേക്ക് പോകുന്നതെല്ലാം, ഇന്ദ്രിയങ്ങളിലൂടെ എല്ലാം ഉള്ളിലേക്ക് പോകുന്നത് കുഞ്ഞിൻ്റെ സ്വഭാവമായിട്ട് മാറുമെന്നാണ്. ആ ഒരു സങ്കല്പത്തെ ശക്തമായിട്ട് ഇന്ന് ലോകവും അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള നഴ്സറികളെ പറ്റി ചിന്തിക്കാനും അതുവഴി സത്പുത്ര ലാഭത്തിനു വേണ്ടി ഇന്നും ശ്രമം തുടരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുള്ള അംഗീകാരം തന്നെയാണ് ഇത് വേണം എന്നുള്ളതും. യാഗവും യജ്ഞവും പ്രാർത്ഥനയും ത്യാഗത്തോടുകൂടിയ ആരാധനയാണ് യാഗം. അപ്പോൾ അത് ത്യാഗം സമ്പന്നമായ, പവിത്രതയോടുകൂടിയ, പരിശുദ്ധിയോടുകൂടിയ മാതാപിതാക്കന്മാർ മുഴുവൻ സമയം ഈശ്വര വിചാരത്തിൽ കഴിയുകയും ആ ത്യാഗം ശീലിക്കുകയും ചെയ്തുകൊണ്ടുണ്ടാകുന്ന ലാഭമാണ് അവിടെ പുത്രലാഭമായിട്ട് മാറുന്നത്. അവരെ കൊണ്ട് മാത്രമേ ലോകത്തിന് പ്രയോജനം ഉണ്ടാകൂ.